നമസ്കാരം. അടിസ്ഥാനമില്ലാത്ത വഞ്ചനാപരമായ ആഖ്യാനങ്ങൾ പൊതുവേദിയിൽ പുലമ്പുക എന്നത് പാകിസ്ഥാന്റെ സ്ഥിരം പരിപാടിയാണ്. അത്തരത്തിൽ ആളാകാൻ നോക്കിയ പാകിസ്ഥാന്റെ പത്തി മടക്കിയിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. യുഎന്നിൽ കശ്മീർ വിഷയത്തിൽ കള്ളത്തരം പുലമ്പിയ പാകിസ്ഥാനെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചിരിക്കുകയാണ്. യുഎൻ ജനറൽ അസംബ്ലിയിൽ കശ്മീരിനെ കുറിച്ച് പാക് പ്രതിനിധി നടത്തിയ പരാമർശത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ നിർത്തിപ്പൊരിച്ചു എന്ന് തന്നെ പറയാം. അടിസ്ഥാനരഹിതവും വഞ്ചനാപരവുമായ വിവരണങ്ങൾ കനത്ത ആക്ഷേപമാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയത്. ഇത്തരം പൊള്ളവാദങ്ങൾ നിരത്തി അന്താരാഷ്ട്ര വേദി തന്നെ പാകിസ്ഥാൻ ദുരുപയോഗിച്ചു എന്നാണ് ഇന്ത്യ പറഞ്ഞത്. അതിൽ അതിശയിക്കാനില്ല എന്നും യുഎന്നിലെ ഇന്ത്യയുടെ പ്രതിനിധി പ്രതീക് മാത്തൂർ കൂട്ടിച്ചേർത്തു. യുഎൻ സുരക്ഷാ കൗൺസിലിന്റെ വാർഷിക റിപ്പോർട്ടിനെ കുറിച്ചുള്ള യുഎൻ ജനറൽ അസംബ്ലി ചർച്ചയിൽ ഇന്ത്യയുടെ പ്രസ്താവന നടത്തുകയായിരുന്നു മാത്തൂർ. ചർച്ചയ്ക്കിടെ ജനറൽ അസംബ്ലി വേദിയിൽ നിന്ന് പാകിസ്ഥാൻ യുഎൻ പ്രതിനിധി മുനീർ അക്രം കശ്മീരിനെ കുറിച്ച് പരാമർശങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ പ്രതികരണം. ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമോ ഫോറത്തിന്റെ വിഷയമോ പരിഗണിക്കാതെ തന്നെ പാകിസ്ഥാൻ ജമ്മു കശ്മീർ വിഷയം വിവിധ യുഎൻ പ്ലാറ്റ്ഫോമുകളിൽ നിരന്തരം ഉന്നയിക്കുകയാണ്. ഇത് ശുദ്ധ അസംബന്ധമാണെന്നാണ് ഇന്ത്യയുടെ വാദം. അന്താരാഷ്ട്ര വേദികളിൽ കശ്മീർ വിഷയം ഉന്നയിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ മുമ്പും ഇന്ത്യ നിരസിച്ചിരുന്നു. യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കശ്മീരും ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശവും ഇന്ത്യയുടെ അവിഭാജ്യമായ ഭാഗങ്ങളാണെന്നാണ് ഇന്ത്യയുടെ പക്ഷം. അത് ഇനിയും അങ്ങനെ തന്നെ നിലനിൽക്കും. നേരത്തെയും യുഎൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പാക് പ്രതിനിധി പലസ്തീൻ ജമ്മു കശ്മീർ വിഷയങ്ങളിൽ പ്രശ്നപരിഹാരം നടപ്പാക്കുന്നതിന് യുഎൻ മേൽനോട്ടം വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. യുഎന്നിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും അവയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അവഗണിച്ച് കശ്മീർ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് പാകിസ്ഥാൻ ഒരു പതിവാക്കി മാറ്റിയിരിക്കുകയാണ് എന്നതാണ് ഇന്ത്യ പറയുന്നത്. ഈ അവസരങ്ങളെല്ലാം ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ താക്കീതും നൽകിയിട്ടുണ്ട്. വീണ്ടും ഉളുപ്പില്ലാത്ത പ്രവൃത്തിയാണ് പാകിസ്ഥാൻ കാണിക്കുന്നത്. തീവ്രവാദത്തെ സ്പോൺസർ ചെയ്തതും രക്തച്ചൊരിച്ചിലിൽ നനഞ്ഞതുമായ പാകിസ്ഥാനെ പോലെ ഒരു രാജ്യത്തെ ശ്രദ്ധിക്കാൻ കഴിയില്ലെന്നാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ്. അടിസ്ഥാന വസ്തുതകളെ കുറിച്ചുള്ള അറിവില്ലായ്മയും അവബോധമില്ലായ്മയും കാരണം ഒരു സ്ഥിരം പ്രതിനിധിയുടെ വികൃതമായ പരാമർശങ്ങളായിട്ടാണ് പാകിസ്ഥാന്റെ നിലപാടുകളെ ഇന്ത്യ കാണുന്നത്. നമുക്കറിയാം, കശ്മീർ തർക്കം ഇന്നും ലോകത്തിലെ പരിഹരിക്കപ്പെടാത്ത ഏറ്റവും പഴയ അന്താരാഷ്ട്ര സംഘർഷം തന്നെയാണ്. കശ്മീർ പ്രശ്നം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി തർക്കം മാത്രമല്ല, അതിന് നിരവധി വശങ്ങളുണ്ട്. ബാഹ്യവും ആന്തരികവുമായ ഒരുപാട് തലങ്ങൾ. 1948 ജനുവരി 1 ഇന്ത്യ ഈ തർക്കം യുഎൻ സുരക്ഷാ കൗൺസിലിലേക്ക് റഫർ ചെയ്തത്. യുഎൻ കമ്മീഷൻ ഫോർ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ രൂപീകരിച്ചതിനെ തുടർന്ന് യുഎൻ സെക്യൂരിറ്റി കൗൺസിൽ 1948 ഏപ്രിൽ 21 47ാം പ്രമേയം പാസാക്കി. ജമ്മു കശ്മീർ സംബന്ധിച്ച യുഎൻ പ്രമേയം വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ നോക്കിയാൽ പ്രദേശത്ത് പാകിസ്ഥാൻ ആക്രമണകാരിയാണ്, എല്ലാ അധിനിവേശ പ്രദേശങ്ങളും പാകിസ്ഥാൻ ഒഴിപ്പിച്ച് ഇന്ത്യക്ക് വിട്ടു നൽകണം തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. കശ്മീർ താഴ്വര പാകിസ്ഥാന്റെ ഭാഗമാക്കണമെന്ന് പാകിസ്ഥാൻ എപ്പോഴും അവകാശപ്പെടുകയാണ്. ഈ സംഘടന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള 3 പ്രധാന യുദ്ധങ്ങളിൽ കലാശിച്ചു. 1947, 1965, 71. അതേപോലെ കാർഗിൽ യുദ്ധവും മാറ്റിവെക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ പാകിസ്ഥാനെ പോലെ ചൈനയും ഇന്ത്യയിലേക്ക് അതിക്രമിച്ചു കയറാനായി തുടങ്ങി. 1950കളോടെ ചൈന ക്രമേണ കിഴക്കൻ കശ്മീർ, അതായത് അക്സായ് ചിൻ പിടിച്ചെടുക്കാൻ തുടങ്ങി. 62-ൽ ചൈനയുടെ കടന്നുകയറ്റത്തിൽ വലിയ യുദ്ധമുണ്ടായി. ചൈന ഇന്ത്യയെ പരാജയപ്പെടുത്തി. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ പാകിസ്ഥാൻ കശ്മീരിലെ ട്രാൻസ് കാരക്കോറം ട്രാക്ട് ചൈനയ്ക്ക് വിട്ടുകൊടുത്തു. ഇങ്ങനെ നീളുന്നു ചരിത്രം. എന്തായാലും ചൈനയും പാകിസ്ഥാനെയും ഇന്ത്യ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. പാകിസ്ഥാന്റെ ഇത്തരം പൊള്ളവാദങ്ങളെ ഇന്ത്യ എല്ലായ്പ്പോഴും തച്ചുടയ്ക്കുകയുമാണ്. എന്തായാലും യുഎന്നിൽ പാകിസ്ഥാനെ ഇന്ത്യ തേച്ചൊട്ടിച്ചിരിക്കുകയാണ്. കൃത്യമായ വിവരങ്ങളില്ലാതെ അനുചിതമായ സ്ഥലത്ത് കശ്മീർ പ്രശ്നം ഉന്നയിക്കുന്നത് പാകിസ്ഥാന്റെ സ്ഥിരം പരിപാടി തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ നിശ്ചിതമായി ഇതിനെ വിമർശിക്കുന്നതും ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നതും.